ഇറാന്റെ പ്രത്യാക്രമണ വീര്യത്തെ കണക്കിലെടുത്തുകൊണ്ടാവണം അമേരിക്ക നടത്തുന്നത് വൻ ഒരുക്കങ്ങളാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കമെന്ന് വിലയിരുത്താൻ പോകുന്ന തരത്തിലാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഒക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർദാൻ മേഖലയിൽ മാത്രം 250ഓളം അമേരിക്കൻ കാർഗോ വിമാനങ്ങൾ അമേരിക്ക എത്തിച്ചിട്ടുണ്ട് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ 12 F-15 യുദ്ധവിമാനങ്ങളെയും ജോർദാനിലെ തന്നെ മുവാക്കാഫ് സോൾട്ടി വിമാനത്താവളത്തിലും സന്നദ്ധമാക്കി നിർത്തിയിട്ടുണ്ട് അത്രേ. ഇതുകൂടാതെ സൗദി അറേബ്യ, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് നിരവധി സൈനിക ചരക്ക് വാഹനങ്ങളെയും അമേരിക്ക എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ബ്രിട്ടനിലെ എയർഫോഴ്സ് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ, ടാങ്കറുകൾ, വെടിക്കോപ്പുകൾ തുടങ്ങിയവ ഉണ്ട് എന്നാണ് CNN വ്യക്തമാക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇറാൻ തീരത്ത് ജെറാഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ നേരത്തെ തന്നെ, അഥവാ ഒരു മാസത്തിനടുത്തായി അവിടെ തന്നെ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇതിനും പുറമെയാണ് അമേരിക്കയുടെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണും ഇറാൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 90 യുദ്ധവിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും ഈ എബ്രഹാം ലിങ്കണിന്. കൂടാതെ നിരവധി കപ്പൽ പടകളും ഇതോടനുബന്ധിച്ച് എത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്താണ് ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ എല്ലാം ഉള്ളത്. ഇറാനിൽ നിന്നും കേവലം 700 കിലോമീറ്ററുകൾ മാത്രം മാറിയാണ് ഈ സ്ഥലം എന്ന് ഓർക്കണേ. പശ്ചിമേഷ്യയിൽ 12ഓളം അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ജനീവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുകയാണ്. ട്രംപിന്റെ വിറ്റ്കോഫും മരുമകനുമൊക്കെ കൂടിക്കൊണ്ടാണ് ഇന്നൊരു ചർച്ച ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചിയുമായി നടക്കുന്നത്. ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇവിടെ ചർച്ചകൾ നടക്കും. ഈ ചർച്ചയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് അമേരിക്കയുടെ ഈ പടനീക്കം എന്ന് കരുതാം. ഒരു പക്ഷേ അമേരിക്കൻ ആവശ്യങ്ങൾ ഇറാൻ നിഷേധിക്കുകയോ ചർച്ച പരാജയപ്പെടുകയോ ചെയ്താൽ അടുത്ത നിമിഷം തന്നെ അമേരിക്കൻ ആക്രമണം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ അവരുടെ സമുദ്രാതിർത്തിയിൽ അഥവാ ഹോർമസ് കടലിടുക്കിൽ സൈനിക പരിശീലനവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇറാനെ വരിഞ്ഞു മുറുക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. അതിനിടെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക വഴി ഇറാനെ കീഴ്പ്പെടുത്തുവാനുള്ള നല്ല അവസരമാണ് ട്രംപ് പാഴാക്കിയതെന്നും അത് ആ ഒരു അവസരം ഇല്ലാതെയാക്കിയ എന്ന ഒരു വാദവും അമേരിക്കയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. ഇത് യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സൂചനകളിലേക്ക് വഴി തുറക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ എന്തു തരം ആയുധങ്ങളുണ്ട് എന്നതിൽ അമേരിക്കയ്ക്ക് വ്യക്തത ഇല്ലാത്തതാണ് യുദ്ധം നീണ്ടുപോകുന്നതിൻ്റെ ഒരു കാരണമെങ്കിൽ മറ്റ് അറബ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് മറ്റൊരു കാരണമായും വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറാൻ സൈനിക സഹായങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം രാജ്യങ്ങൾക്ക്, ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ തീരുവ വർദ്ധിപ്പിക്കും എന്നാണ് അമേരിക്ക നൽകുന്ന ഭീഷണി. അതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അരികെ ഇറാന്റെ ഒരു ചരക്ക് എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനി സ്ഥാനം ഒഴിയണമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. യുദ്ധമുണ്ടായാൽ അമേരിക്കക്കൊപ്പം ഇസ്രയേലും കൂടുന്നതോടെ ഇറാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയേക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതേസമയം തന്നെ ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നീ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടി വർദ്ധിപ്പിക്കുകയാകും ഇറാന്റെ പ്ലാൻ. ഏതായാലും യുദ്ധം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ജനീവ ചർച്ച പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ സാധ്യത എത്രത്തോളം എന്നതിലേ ഇനി സംശയമുള്ളൂ.